എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എന്താണ് ഈ നട്ടുച്ച നേരത്ത് ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കണേന്നായിരിക്കും അല്ലേ. നല്ല നട്ടുച്ച ആയതുകൊണ്ടും നല്ല ബ്രൈറ്റ് ആൻഡ് സണ്ണി ആയതുകൊണ്ടും ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. നടന്ന് ക്ഷീണിച്ചപ്പോൾ ഇവിടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ ഇരുന്നു. അപ്പം എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ആക്ച്വലി, ഐ തിങ്ക് ഒരു 2 weeks ഒക്കെ ആയി തോന്നുന്നു വ്ളോഗ് എടുത്തിട്ട്. കുറച്ച് ബിസി ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മാളുവിൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചു. പക്ഷെ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ തിങ്ക് ആ വീഡിയോ ആ പ്രോഗ്രാമിൻ്റെ ഓർഗനൈസേഴ്സും അവരുടെ യൂട്യൂബ് ചാനലിൽ അത് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവർ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പേഴ്സണൽ ചാനൽസിലൊക്കെ ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ അതിന് ശേഷം ഓരോരോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ബിസിയായി. പിന്നെ നമ്മൾ 3 പേരും ഒന്നിച്ച് കിട്ടുകയും വേണ്ടേ. ഒന്നെങ്കിൽ ഏട്ടൻ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ബിസി ആയിരിക്കും. പിന്നെ ഇന്നിപ്പോൾ മാളും ഏട്ടനൊക്കെ വീട്ടിലുണ്ട്. ഞാൻ ഈ ഒരു സമയമാണ് വാക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ പ്രിഫർ ചെയ്യുക. കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് ആവശ്യത്തിന് കിട്ടുമല്ലോ. ഇപ്പോൾ 8 മണി വരെയൊക്കെ നല്ല വെളിച്ചമുണ്ട് കേട്ടോ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഒരു 5 മണി 6 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. വെയിലുണ്ടെങ്കിലും തണവാണ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് നടക്കാൻ വലിയ ഇഷ്ടമില്ല. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി നല്ല സമയം. നമ്മുടെ നാട്ടിൽ 12:30-1 മണി നേരത്തൊക്കെ നമുക്ക് പുറത്തിറങ്ങാൻ കൂടി പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയം പ്ലസൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഐ തിങ്ക് ഒരു 16-17 ഡിഗ്രിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് ഊഞ്ഞാലാടിയിട്ട് വീട്ടിലേക്ക് പോവാം. ഞാനിവിടെ പാർക്കിലെത്തിയെന്ന് കണ്ടപ്പോൾ ഒരാൾ ഓടി വരുന്നുണ്ട് ഊഞ്ഞാലാടാൻ കമ്പനിക്ക്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാർക്കാണ് അത്. ചെറിയ ഒരു ചിൽഡ്രൻസ് പാർക്ക്. പിന്നെ 2 ഊഞ്ഞാലുണ്ട്. എന്താ ഊഞ്ഞാലാടാൻ വന്നതാണോ? അയ്യടാ, നല്ല രസമല്ലേ, നല്ല വെയിലല്ലേ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ വലിയ വലിയ പാർക്കിലാണ് പോവാറ്. ഞങ്ങൾ ഇപ്പോൾ വെതർ നല്ലതായതുകൊണ്ട് വീട്ടിനടുത്തുള്ള ഇങ്ങനെ വലിയ വലിയ പാർക്സൊക്കെ ഗൂഗിൾ ചെയ്ത് അല്ലേ, മോസ്റ്റ്ലി സാറ്റർഡേയ്സോ അല്ലെങ്കിൽ സൺഡേയ്സൊക്കെ ഒന്ന് പോവാറുണ്ട്. നല്ല രസം. ഇവിടുത്തെ പാർക്കുകൾ അറിയാമല്ലോ, കുറേ ഏക്കേഴ്സ്. ലാസ്റ്റ് വീക്ക് നമ്മൾ പോയത് എത്ര 90 ഏക്കേഴ്സ് അതോ 900 ഏക്കേഴ്സ്? അത്രയും ഇങ്ങനെ വിശാലമായിട്ട് എത്ര സ്ഥലമാണ് ഇവരിങ്ങനെ വെറുതെ പാർക്കിനും അവിടെ സൈക്ലിങ്ങിന് വേറെ സ്ഥലം, പിന്നെ ഒരു പോണ്ട് ഉണ്ട്, അതിൽ കുറേ ഡക്ക്, പിന്നെ ആൾക്കാർ വന്ന് ഫിഷിങ് ചെയ്യും. അതിൻ്റെ സൈഡിൽ തന്നെ ടെൻറ്റൊക്കെ വെച്ച് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യും. ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നല്ല രസമാണ്, കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും. കുറേ വലിയ സ്ഥലമാണ്. ഇവിടുന്ന് അടുത്ത 5 മിനിറ്റേ ഉള്ളൂ. പക്ഷെ നമുക്ക് അറിയില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഓരോ ആഴ്ച ഓരോ പാർക്കുകൾ ഇങ്ങനെ ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിൽ പോകാൻ തോന്നുന്നില്ല അല്ലേ മാളു? എനിക്ക് ഇവിടെ ഇരിക്കാനാണ് തോന്നണത്. 1 മണി 2 മണി ആയാലും നല്ല രസമാണ്. ഈവനിങ്ങിനേക്കാൾ ആക്ച്വലി നല്ലത് ഈ സമയം. ഈവനിങ്ങിൽ കാറ്റുണ്ടോ? അതന്നെ ഞാൻ പറയായിരുന്നു, കാറ്റുണ്ട്. അപ്പം അച്ഛൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വെമ്പല് കൊണ്ടുവന്നുണ്ടാവും. അച്ഛൻ കോൾസിലായിരിക്കും. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് വിൻഡോ കാണാം. അപ്പോൾ ഊഞ്ഞാലാട്ടം മതിയാക്കി ഞങ്ങൾ വീട്ടിൽ പോവാം. ചോറ് വെച്ചാ? മാളിപ്പോൾ കുക്കിംഗ് എക്സ്പേർട്ടാണ്, എൻ്റെ അസിസ്റ്റൻറ്റ് ഷെഫാണ്. അപ്പോൾ ചോറ് വയ്ക്കൽ ചായ വയ്ക്കൽ പരിപാടിയൊക്കെ മാളുവിനെ ഏൽപ്പിച്ചിരിക്കും. പോലിനടിച്ചേ. അതെ. അപ്പോൾ നമ്മൾ ഈ മറ്റേ കോയി മിൽഗയ പിക്ചർ കണ്ടിട്ടില്ലേ? കോയി മിൽഗയ അല്ലേ? ഋത്തിക് റോഷൻ്റെ. അതിൽ മറ്റേ ഏലിയനില്ലേ, ധൂപ്പ് എന്ന് പറയാം, ജാദു. അതുപോലെയാണ് ഇപ്പോൾ നമ്മളുടെ അവസ്ഥ. വെയിൽ കണ്ട അപ്പം ഞങ്ങൾ പുറത്തേക്ക് വരും റീചാർജ് ആവാൻ വേണ്ടിയിട്ട്. അതേ നിവർത്തിയുള്ളൂ. അപ്പോൾ ഇന്നത്തേക്കുള്ള റീചാർജ് ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ധൂപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാനുള്ള എനർജി ഉണ്ടാവും അല്ലേ? അതെ. ഞങ്ങൾ കണ്ടന്ന് വെയിലായതുകൊണ്ട് തുണികൾ വരെ പുറത്തിടാൻ തുടങ്ങിയപ്പോൾ. നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഇവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു കാര്യമുണ്ടായി. ട്യൂലിപ്സ് മുന്നേ താമസിച്ച ആരെങ്കിലും പ്ലാൻ ചെയ്തതായിരിക്കാം.
അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം നോക്കുമ്പോൾ ഇവിടെ ട്യൂലിപ്സ് വിരിഞ്ഞിരിക്കുന്നു. അവിടെയുണ്ട് ഒരെണ്ണം. മേ ബി അതിൻ്റെ റൂട്ട്സ് നിന്ന് ഇങ്ങനെ പൊട്ടിമുളച്ച് വരുമായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കയ്യിലും കുറച്ച് ഫ്ലവർ സീഡ്സ് നമ്മൾ ലാസ്റ്റ് ടൈം മേടിച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ സൈഡിലൊക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ഈ സ്പ്രിങ്ങിൽ വരില്ലായിരിക്കും, അടുത്ത വർഷമായിരിക്കും ചിലപ്പോൾ അതൊക്കെ വരാൻ പോണത്. പിന്നെ ഇത് ഭയങ്കര ജോറായിട്ട് കഴിഞ്ഞ ആഴ്ച കാണാണ്ടോ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഗ്രാസ് കട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പുല്ല് വളർന്നിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് മഴയും ഒക്കെ ആയിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് വേണമെങ്കിൽ സമ്മർ കഴിയണ വരെ വലിയ കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ റോസും പൊടിച്ചു തുടങ്ങി, ഹോപ്പ്ഫുള്ളി പൂക്കളൊക്കെ വരാൻ തുടങ്ങും. മാളുത് റൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നത്. മാള് കുക്കറിൽ റൈസ് വയ്ക്കാൻ പഠിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നുമില്ല, അപ്പോൾ റൈസ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. ഇത് ഇന്നലെ ഒരു മഷ്റൂമിൻ്റെ കറി ട്രൈ ചെയ്തായിരുന്നു, കോക്കനട്ട് മിൽക്കൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായി ഉണ്ടായിരുന്നു ടേസ്റ്റ്. അപ്പോൾ അതും റൈസും, പിന്നെ ഇനി കഴിക്കാൻ നേരത്ത് എന്തെങ്കിലും മുട്ട പൊരിക്കും. മാളൂടെ ഓംലേറ്റ് പരിപാടിയും ഏറ്റെടുത്തു. അപ്പോൾ റൈസും മഷ്റൂമും മുട്ടയും അടിപൊളി. മാളു ഈസ് എ കുക്ക് നൗ, എസ്റ്റാബ്ലിഷ്ഡ് കുക്ക് അല്ലേ? അതെ അതെ അതെ, പാർട്ട് ടൈം സർവീസ് അല്ലേ? മുട്ടയൊക്കെ പൊട്ടിക്കുന്നത് എൻ്റെ പൊന്നേ, എന്താ മതി മതി, താഴെ വീണതിന് എൻ്റെ വിധം മാറും. അച്ഛൻ്റെ കോള് കഴിയാറയാ? കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പോൾ ഞങ്ങളുടെ ലഞ്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം ടി വി കണ്ടു. കുറച്ച് നേരം ഒന്ന് മയങ്ങി. മുകളിൽ പോയിട്ട് എന്തൊക്കെയോ ലാപ്ടോപ്പിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏട്ടൻ പിന്നെ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഏട്ടൻ എന്താ കണ്ടില്ലല്ലോ, വർക്കിംഗ് ബോയ്. കുറെ ദിവസമായി കണ്ടിട്ട്. അതെ, ഞാനും മാളും വെക്കേഷൻ മോഡാണ് ഇപ്പോൾ കൈൻഡ് ഓഫ്. എനിക്ക് ജോലിയും ഇല്ല, മാളുവിന് ഇപ്പോൾ സ്കൂളും ഇല്ല. അപ്പോൾ ദിസ് ഈസ് ദി ഓൺലി വർക്കിംഗ് ബോയ് അറ്റ് ദ മൊമെന്റ്. അപ്പോൾ ഇന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അത് കഴിഞ്ഞ് ഫ്രഷ് ആയി. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം, ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം വൈകിട്ട്. അതെ, അപ്പോൾ അവരെ കാണണം. ഡിന്നർ പരിപാടി ഉണ്ട് അവരെ വീട്ടിൽ, അവിടെ തന്നെ. അതിനാണ് ഞങ്ങൾ റെഡി ആയിരിക്കുന്നത്. ആക്ച്വലി ഇപ്പം പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമയം അറിയുന്നേ ഇല്ല. പക്ഷേ 6:30 കഴിഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വിളക്കൊക്കെ വെച്ചത്. ചില സമയത്ത് നേരം വൈകാറുണ്ട്. ഇപ്പോൾ ഒരു 8 മണി വരെയൊക്കെ ഈ ഒരു അവസ്ഥയാണ് അല്ലേ? പുറത്ത് കാണാമല്ലോ. കണ്ട, നല്ല ബ്രൈറ്റ് ആൻഡ് സണ്ണി ആയിട്ടിരിക്കുന്ന. എപ്പോഴും 6:30 മണി കഴിഞ്ഞിട്ടും നല്ല നല്ല വെയിൽ ഉദിച്ച് നിൽക്കുന്നുണ്ട്. ഇനി ഒരു 5-6 മാസത്തേക്ക് ഇങ്ങനെയായിരിക്കും. അതെ, ടച്ച് വുഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ നാളെ തന്നെ മഴ പെയ്യും. പോവാ, നമുക്കെന്നാ സമയമായില്ലേ? ആക്ച്വലി ചായ കുടിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ വിശദമായിട്ടുള്ള ചായ വെക്കാൻ എന്താ പറയുക, ടൈമില്ല. അപ്പോൾ നമ്മുടെ ടീ കളക്ഷൻസിൽ നിന്ന് പോംഗ്രനേറ്റ് ടീ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുണ്ടാക്കാൻ ജസ്റ്റ് പൊടി ഗ്ലാസ്സിലിട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി എന്നാണ് അന്ന് നമ്മൾ മേടിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് തുറന്നപ്പോൾ തന്നെ എന്തൊരു സ്മെല്ലാന്ന് നോക്കിയേ. ഇതാണ് അവർ നമുക്ക് ആദ്യം കുടിക്കാൻ തോന്നുന്നത്. വൈൻ പോലെ ഉണ്ട്. അതെ, പകുതി ഗ്ലാസ് മതി. വെറുതെ കുടിച്ചു നോക്കട്ടെ. കുറച്ച് പുളിയുണ്ട്. ഞാൻ കുറച്ച് ഹണി ഇടാൻ പോവാം. എൻ്റെ ചായയിൽ ഒരിത്തിരി ഹണി ഒഴിച്ചിട്ട് ഞാൻ കുടിക്കാൻ പോവാം. ഏട്ടന് വേണ്ടി വരില്ല. ചായ കുടിച്ച് പകുതി ചെയ്യുന്നുണ്ട്. ഏട്ടാ, ചായ പറയൂ.
നമ്മുടെ ടർക്കിയിലെ പൊമഗ്രാനൈറ്റ് കളറാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ. നല്ല രസമുണ്ട് കളറ്. അതെ, സ്മെല്ലും കളറും ശരിക്കും ആ പൊമഗ്രാനൈറ്റിന്റെ ഒരു സ്മെല്ലുണ്ട്. കളർ നാട്ടിൽ നമ്മുടെ കരിങ്ങാലികളല്ലേ, വെള്ളം ചൂടാക്കാൻ വേണ്ടി നാട്ടിൽ ഉപയോഗിക്കും, കുടിക്കാൻ വേണ്ടി കരിങ്ങാലി എന്ന് പറയും. അതിന്റെ അത് ചൂടാക്കി കഴിഞ്ഞ് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ കളർ വരും. ഇത് ക്യാമറയിൽ മനസ്സിലാണ്, പക്ഷെ നല്ല ഡാർക്ക് റെഡാ കാണാനുണ്ട്, പക്ഷെ ക്യാമറയില് നല്ല ഡീപ്പ് റെഡ് കളർ. ശരിക്കും ചായയാണ്. ആൾക്കാർ 4 മണി നേരത്തെ വൈൻ കുടിക്കാൻ. അതെ, ആവി പറക്കുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അത് ചായയുടെ ഒരു ഫീലിംഗ് ഒന്നുമില്ല അല്ലെ, എന്തോ ഒരു ഡ്രിങ്ക്, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഉറക്കം വരുമ്പോ നമ്മൾ ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുമ്പോ ഒരു എഫക്റ്റ് കിട്ടില്ല, അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ കുഴപ്പമില്ല. നല്ല ട്രൈ ചെയ്യാം. മാളുവിന്റെ എക്സ്പ്രഷൻ, അഭിപ്രായം പുളിയാ നല്ലതല്ലേ? ഹണി വെച്ച കാരണം പുളിയുണ്ടല്ലേ കുറച്ച്, ആണോ? ഇന്നത്തെ വ്ളോഗ് എത്ര വലുതാണ് എത്ര ചെറുതാണെന്ന് പോലും എനിക്കറിയില്ല. വെറുതെ പാർക്കില് ഇരുന്നപ്പം എനിക്കിങ്ങനെ തോന്നി കുറെ ദിവസമായി. അപ്പൊ ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്തു. കണ്ടില്ലായിരുന്നോ? ഞങ്ങളവിടെ ഊഞ്ഞാലാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ചായ കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണം. ഞങ്ങൾ പതുക്കെ അവിടേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്. സോ ഇത്രയേ ഉള്ളൂ കുഞ്ഞി വീക്ക് ഡേ വ്ളോഗ് അല്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും വെക്കേഷൻ, വർക്കിംഗ് ആൾക്കാർക്ക് ഇല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി വ്ളോഗ്. ബാക്കി മാളു പറഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. See you in the next vlog. Until then, bye. ഈ വീഡിയോന് മുമ്പായിരിക്കും പിന്നെ ആയിരിക്കും എന്ന് അറിയില്ല. മാളുവിന്റെ ഞാൻ പറഞ്ഞില്ലേ പെർഫോമൻസ് ഉണ്ടായിരുന്നു എന്ന്, ആ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അതെ, എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ, Ta-da. ബൈ.